നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുമ്പുള്ള ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന നിലയ്ക്ക് എല്ലാ ടീമുകളും അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡിൻ്റെ ഒരു ഫൈനൽ രൂപം ഉണ്ടാക്കാനുള്ള അവസരമായിട്ടാണ് മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിനെ കാണുന്നത്. ഈ പ്ലേ ഓഫ് കളിക്കുന്ന ടീമുകളല്ലാത്ത ടീമുകളൊക്കെ അങ്ങനെയാണ്. വമ്പൻ മാച്ചുകളാണ് പലരും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ അർജൻറ്റീനയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി ഫൈനൽ സീമ ക്യാൻസൽ ആയതോടുകൂടി പിന്നെ വമ്പൻ എതിരാളികളെയൊന്നും ലഭിച്ചില്ല. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നും. പക്ഷേ മൗറിത്താനിയെ അങ്ങനെ എഴുതി തള്ളണ്ട. കോച്ച് സ്കലോനി പറഞ്ഞ പോലെ എതിരാളികളെ ബഹുമാനിക്കണം. അവരെങ്ങനെയുള്ള ടീമാണ് എന്നൊന്നും നമ്മളിങ്ങനെ കാണണ്ട. നമ്മുടെ പെർഫോമൻസ് എന്താണോ അത് കളിക്കളത്ത് കാണിക്കണം. സ്കലോനി ഇന്നലെ വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. നാളെ ഇൻ്റർനാഷണൽ മത്സരത്തിൽ അർജൻറ്റീന മൗറിത്താനിയുമായിട്ട് ഏറ്റുമുട്ടും. നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയാണ് അർജൻറ്റീനയിൽ കളി. നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:45 അർജൻറ്റീന വേഴ്സസ് മൗറിത്താനിയ പോരാട്ടം. അപ്പോൾ മൗറിത്താനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കൻ വമ്പന്മാരൊന്നുമല്ല. ആഫ്രിക്കൻ എന്നുള്ള ടീമാണ്. സെനഗൽ പോലെയോ മൊറോക്കോ പോലെയോ ഈജിപ്ത് പോലെയോ പിന്നെ എല്ലാ തവണയും നമ്മൾ വേൾഡ് കപ്പിന് കാണാറുള്ള ടുണീഷ്യ പോലെയോ ഒന്നുമല്ല. പിന്നെ ഐവറി കോസ്റ്റ്, ഗാന, അൾജീരിയ, ഇങ്ങനെയുള്ള സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെയുള്ള ആഫ്രിക്കൻ വമ്പന്മാരുടെ നിരയിലേക്ക് ഒന്നും നമ്മളങ്ങനെ കാണാറില്ലാത്തൊരു ടീമാണ് മൗറിത്താനിയ. മൗറിത്താനിയയുടെ കറണ്ട് ഫിഫ റാങ്കിങ് 115. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അതൊക്കെ നോക്കിയിട്ട് ഈ കളിക്കൊരു പ്രാധാന്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളേണ്ടതില്ല. ഞാൻ പറയും ഇത് ഒരു തരത്തിലൊരു ക്ലാസിക് പോരാട്ടമാണ്. അർജൻറ്റീന വേഴ്സസ് മൗറിത്താനിയ. അത് ക്ലാസിക് പോരാട്ടമാണെന്ന് പറയുമ്പോൾ ഒരു കളിയാക്കലായിട്ടൊന്നും ആരും കാണണ്ട. കാരണം എന്താ അറിയോ, അർജൻറ്റീന അവരുടെ എല്ലാ മത്സരങ്ങളും നാട്ടിലെല്ലാ മത്സരങ്ങളും കഴിഞ്ഞ നവംബറോട് കൂടി പൂർത്തിയാക്കിയതാണ്. പിന്നെ വേൾഡ് കപ്പിന് മുമ്പുള്ള അവരുടെ എല്ലാ കളികളും വിദേശത്താണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് മാസത്തിലെ 2 മത്സരങ്ങൾ അവർ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഖത്തറിലായിരുന്നു. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സന്നാഹ മത്സരങ്ങൾ US-ലാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ നവംബറോടുകൂടി നാട്ടിലെ കളികൾ അവസാനിപ്പിച്ച് മെസ്സി അവിടെ ആരാധകരോട് തൻ്റെ അവസാന മത്സരം എന്ന രൂപത്തിൽ കളിച്ച് അവിടുന്ന് പിരിഞ്ഞതാ. അതായത് നാട്ടിലെ അവസാന മത്സരം എന്ന രൂപത്തിലൊക്കെ. എന്നാൽ വീണ്ടും മെസ്സിക്ക് അപ്രതീക്ഷിതമായിട്ട് അവിടെ നാട്ടുകാരോട് ഒന്നുകൂടി ഒരു അവസാന മത്സരം വിടവാങ്ങൽ, ഈ കളി സാംബിയക്കെതിരെയുള്ള കളി കളിക്കാനുള്ള അവസരം വന്നില്ലേ. ആ അർത്ഥത്തിൽ ലയണൽ മെസ്സി എന്ന സൂപ്പർ താരം തൻ്റെ കരിയറിൽ തൻ്റെ നാട്ടിൽ കളിക്കുന്ന അവസാനത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്ന രൂപത്തിൽ ഇതിനെ ക്ലാസിക് പോരാട്ടമെന്ന് നമ്മൾ വിലയിരുത്തിയാലും തെറ്റൊന്നുമില്ല. ക്ലാസിക്കുകളുടെ കൂട്ടത്തിൽ അങ്ങനെ 2 വമ്പൻ ടീമുകൾ എന്നുള്ള രൂപത്തിൽ ക്ലാസിക് എന്നല്ല പറയുന്നത്. ഒരു ഇതിഹാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരിയറിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെ കളി എന്ന രൂപത്തിൽ ഇതിനെ നിങ്ങൾ ക്ലാസിക്കിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിനെ കുറിച്ച് കോച്ച് നമ്മുടെ ലയണൽ സ്കലോനി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. എതിരാളികളെ നമ്മൾ മോശക്കാരായിട്ട് കാണണ്ട. മൗറിത്താനിയക്കെതിരെ കളിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ടീമുകളെയും നമ്മൾ ബഹുമാനിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 ദിവസം ഇവിടെ ഈ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ ട്രെയിനിങ് നടത്താനുള്ളൊരു അവസരം ലഭിക്കുന്നുള്ളത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ മൗറിത്താനിയക്കെതിരെ ഞങ്ങൾ കളിക്കും. അത് കഴിഞ്ഞ് ശനിയാഴ്ച ഞങ്ങൾ അർജൻറ്റീനയുടെ തന്നെ അണ്ടർ 20 ബോയ്സിനെതിരെ കളിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ട്യൂസ്ഡേ സാംബിയക്കെതിരെ കളിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരവസരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ വമ്പൻ ടീമുകൾക്കെതിരെ കളിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നുണ്ട്, വേൾഡ് കപ്പിൽ ഒരു സക്സസ് ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊന്നും നമുക്കൊരു ഗ്യാരണ്ടി നൽകുന്നില്ല. ആരോട് ഈ ഫ്രണ്ട്ലി മത്സരത്തിൽ മുട്ടിയാലും അതൊന്നും വേൾഡ് കപ്പിനൊരു ഗ്യാരണ്ടി നൽകുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ എന്താണുള്ളത് അത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ടെടുത്ത് കാര്യങ്ങൾ കാണണം എന്നുകൂടി ഇപ്പോൾ ലയണൽ സ്കലോനി ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ മൗറിത്താനിയെ അത്ര ചെറിയ ടീമായിട്ട് ആരും കാണേണ്ടതില്ല. മൗറിത്താനിയയും മികച്ച രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടീമാണ്. എതിരാളികളെ ബഹുമാനിക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.